ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 13ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. ഇന്നത്തെ തീയതിയുടെ പ്രത്യേകത ജൂൺ 30 റോമായിലെ ആദ്യകാല രക്തസാക്ഷികളെ നമ്മൾ ഓർക്കുന്ന ദിവസം കൂടിയാണ്. പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ തിരുനാളിനോട് അനുബന്ധമായിട്ട് തൊട്ടടുത്ത ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഈ തിരുനാൾ ആദിമ ക്രൈസ്തവ സമൂഹം നേരിട്ട വലിയ മതപീഡനത്തെയും രക്തസാക്ഷിത്വത്തെയും ഒക്കെ നമ്മൾ ഓർപ്പിക്കുകയാണ്. വലിയ ആദരവോടും സ്നേഹത്തോടും നന്ദിയോടും കൂടെ നമുക്ക് അവർ ഓർക്കാം. ആ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ രക്തത്തുള്ളികൾ വിത്തുപോലെ പാകിക്കൊണ്ടാണ് വിശ്വാസത്തിന്റെ വലിയ വടവൃക്ഷമായി സഭ ഇപ്പോൾ ഈ ലോകത്ത് നിലനിൽക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തത്തിൽ തുടങ്ങി ക്രിസ്തുവിന്റെ പിൻഗാമികളായ രക്തസാക്ഷികളുടെ രക്തത്തിൽ ഇപ്പോഴും വീണുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷിത്വങ്ങളുടെ രക്തത്തില് സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ ഒരു കടലിനെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഈ മതപീഡനമാകുന്ന അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളാകുന്ന തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വിശ്വാസ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ ഈ സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ നിലവിളിച്ച് കർത്താവിനോട് പറയുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അപ്പോൾ അവൻ ഈശോ പറയുകയാണ്, അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. അങ്ങനെയാണ് ഈ ഭാഗം അവസാനം. കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. അപ്പൊ ഈ കാറ്റും കടലും ഈശോയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഈശോ ദൈവമാണ് എന്നതിന് പിന്നെ വേറൊരു പ്രൂഫ് അവർക്കില്ല, അതിനാവശ്യമില്ല. കാരണം നമ്മളിങ്ങനെ ചിന്തിക്കുന്നതനുസരിച്ച് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി എന്ന് പറയുമ്പോൾ ഒരു പ്രകൃതിയുടെ പ്രശ്നം പിടിച്ചൊരു സാഹചര്യത്തെ ഈശോ ശാന്തമാക്കി എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യമായിട്ട് മാത്രം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിക്കും. പക്ഷെ യഹൂദൻ അങ്ങനല്ല ചിന്തിക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്ന സങ്കീർണതകളുടെ പ്രതീകമായിട്ടാണ് അവർ കടലിനെ കണ്ടത്. അല്ലെങ്കിൽ കടലാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അവർ കണ്ടിരുന്നു. നമ്മൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലും ഒക്കെ ഹൈന്ദവ പശ്ചാത്തലത്തിലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഗാന്ധിയുടെ മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് എന്ന് പറയപ്പെടുന്ന, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറയപ്പെടുന്ന ആത്മകഥയിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടൊക്കെയുള്ളതാണ്. ഈ ഉപരിപഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകാൻ കപ്പൽ യാത്ര ചെയ്യാൻ തുനിയുമ്പോൾ അതിന് വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെല്ലാം മറികടന്നിട്ടാണ് ഗാന്ധിജി പിന്നീട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കടലിനെ പേടിക്കുക, അല്ലെങ്കിൽ കടലാണ് സകല പ്രശ്നങ്ങളുടെയും ഉറവിടം എന്നൊക്കെയുള്ള ചിന്ത, അല്ലെങ്കിൽ കടല് മറികടന്ന് പോകുന്നത് വലിയൊരു തിന്മയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ആദ്യകാലങ്ങളിൽ ചരിത്രത്തിൽ ഒരുപാട് പല സംസ്കാരങ്ങളിലുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലൊരു സംസ്കാരമാണ് യഹൂദ പാരമ്പര്യം മനസ്സിലാക്കണം. അവിടെയാണ് ഈ കടലിനെ ശാസിച്ച് ശാന്തമാക്കി എന്നൊക്കെ പറയുന്ന കാര്യത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ബൈബിളിൽ ഉടനീളം ഈ കടൽ എന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് മോശയുടെ നേതൃത്വത്തിൽ ദൈവം കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചെങ്കടൽ, വെറും കടലല്ല, ചെങ്കടൽ മുറിച്ച് ദൈവം കൊണ്ടുപോവുകയാണ്. പുറപ്പാട് 14-ാം അധ്യായം 21-ാം വാക്യത്തിലേക്കാണ് കൃത്യമായിട്ടും പറയുന്നത്, വരണ്ട ഭൂമിയിലോട്ട് കടന്നുപോയെന്ന് പറയുന്നത്. ആ ഒരു കടല് മുറിച്ച് കളഞ്ഞിട്ട്, കടലിനെ രണ്ടായി മുറിച്ച് കളഞ്ഞിട്ട് നിങ്ങളെ വഴി നടത്താൻ ശക്തിയുള്ളവനാണ് ദൈവം എന്ന് പറയുമ്പോൾ നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും മുറിച്ച് കളയാൻ ശക്തിയുള്ളവനാണ് ദൈവം എന്ന് വ്യക്തമാക്കിയിട്ടാണ് ആ മനുഷ്യരെ അവിടുന്ന് ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് ആ സംഭവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈശോ കടലിന് മീതെ നടക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. കടലിന് മീതെ നടക്കുന്നു, അതായത് നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും മുറിച്ചു കളയേണ്ട ആവശ്യമില്ല, അതിന് മുകളിലൂടെ ചവിട്ടി നടക്കാൻ ശക്തിയുള്ളവനാണ് നിന്റെ കൂടെയുള്ള കർത്താവ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈശോ. ഇനി നമ്മൾ ഇതിന്റെ ഒരു കുറച്ചുകൂടെ വ്യക്തത കിട്ടാൻ വേണ്ടി നമുക്ക് വെളിപാട് പുസ്തകത്തിലേക്ക് പോവാം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ തിന്മ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തിന്മ കടലിൽ നിന്ന് കയറി വരുന്നതായിട്ടാണ് പറയുന്നത്. ഈ കടലിൽ നിന്ന് കയറി വരുന്ന തിന്മ അതിങ്ങനെ വ്യക്തമായിട്ട്, കടലിൽ നിന്നും കയറി വരുന്ന മൃഗത്തെ ഞാൻ കണ്ടു, അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാവും ഉണ്ടായിരുന്നു. ലിമ്യാത്തൻ എന്ന് പറയപ്പെടുന്നൊരു പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്.
ഈ നാശങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു പിശാച്, അത് കടലിൽ നിന്ന് കയറി വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വസ്തുതയാണ് 21-ാം അധ്യായം 1-ാം വാക്യം. അവിടെ നമ്മൾ പുതിയ ആകാശം പുതിയ ഭൂമിയെ കുറിച്ച് വായിക്കുകയാണ്. നമ്മൾ പലയാവർത്തി ദേവാലയത്തിലൊക്കെ വായിച്ചു കേട്ടുള്ള വായനാഭാഗമായത്. ബാക്കി എങ്ങനെയാണ്? ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടൽ അപ്രത്യക്ഷമായി. കടൽ അപ്രത്യക്ഷമായി. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്ന വളരെ വ്യക്തമായൊരു വസ്തുത. ഇവിടെ ഇനി കടലില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ എടുത്തു മാറ്റുകയാണ്. അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി, പ്രശ്നങ്ങളില്ലാത്തൊരു ലോകം. അവിടേക്ക് നിന്നെ കൊണ്ടുപോയി. ഇത് വ്യക്തമാക്കുന്നതാണ് ഈ നിത്യജീവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇങ്ങനെയൊക്കെ കടലിനെ കുറിച്ച് വിശദമായി ഒരു ബോധ്യവും ഒരു വിശ്വാസവും ഒക്കെ ഉള്ള ജനതയ്ക്ക് മുമ്പിലാണ് ഈശോ ഈ കടലിനെ ശാന്തമാക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി തീവ്രതയോടുകൂടിയാണ് ഇവര് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തിനല്ലാതെ ഈ കടലിന് മേൽ ആർക്കും ആധിപത്യമില്ല, ആർക്കും അധികാരമില്ല. അത് ഈശോ സ്ഥാപിക്കുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മീതെ അധികാരമുള്ളവനാണ്, ശക്തിയുള്ളവനാണ് താനെന്ന് തെളിയിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. അതായത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതീകമായ, അതിൻ്റെ ആകത്തുകയായ കടലിനെ ദൈവം ശാസിച്ച് ശാന്തമാക്കിയിട്ട് തൻ്റെ വരുതിയിൽ കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ശാസിച്ച് ശാന്തമാക്കാനും മുറിച്ച് കടന്നു പോകാനും ചവിട്ടി അതിനു മീതെ നടക്കാനും പിന്നെ അവസാനം ഇല്ലാതാക്കാനും ക്രിസ്തുവിന് കഴിയും എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് വചനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ കടലിനെ കുറിച്ച് പറയുന്ന വചനഭാഗങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കീറിമുറിക്കാനും ചവിട്ടിമെതിക്കാനും മറികടക്കാനും ഇല്ലാതാക്കാനും ശക്തിയുള്ള ക്രിസ്തുവിൽ നമുക്ക് ആശ്രയമർപ്പിക്കാം. ക്രിസ്തുവിൽ നമുക്ക് ശരണപ്പെടാം. ഇതൊന്നും അനുഗ്രഹിക്കട്ടെ.